നമസ്കാരം. ഒഡു ട്യൂട്ടോറിയലിലെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് കസ്റ്റമർ പ്രീപേയ്മെൻറ്റ് ഓർ അഡ്വാൻസ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡും അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് അക്കൗണ്ട്സ് വേൽ ചെയ്യുന്ന മെത്തേഡും രണ്ട് മെത്തേഡും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാവരും കോമൺലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴാണോ റിസീവ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിൽ പേയ്മെൻറ്റ് ന്യൂ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനൊരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻസ്പിരിയൻ എന്ന് പറയുന്ന കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം എമൗണ്ട് എത്രയാണെന്ന് കൊടുക്കുന്നു. 1200 ആണ്. ഞാൻ റിസീവ് ചെയ്യുന്നത്. ഡേറ്റ് പ്രീവിയസ് ഡേറ്റ് കൊടുത്തു. അതിനുശേഷം ഞാൻ റിസീവ്ഡ് എന്താണോ നിങ്ങളുടെ മെമ്മോ കൊടുക്കുന്നു. 1200 കസ്റ്റമറുടെ പേരും കൊടുക്കുന്നു. അതിനുശേഷം ബാങ്ക് ഏതാണോ JV അത് ചൂസ് ചെയ്യുന്നു. അപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് JV പാസ്സായിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും JV ബാങ്ക് ഡെബിറ്റ് ആയിട്ടും അക്കൗണ്ട് റിസീവബിൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നു, ഇത് ആക്ച്വലി ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇൻവോയ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് പേയ്മെൻറ്റിലാണ്. പേയ്മെൻറ്റിൽ നമ്മൾ ക്യാഷ് ചെയ്തു. ഇൻസ്പിരിയൻ എന്ന് പറയുന്ന കസ്റ്റമർ ഇത് 1200. നോർമലി നമ്മൾ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇൻസ്പിരിയൻ എന്നുള്ള സെലക്ട് ചെയ്യുന്നു. ആഡ് ലൈനിന് പ്രൊഡക്റ്റ് ആണോ അത് എന്താണ് ചെയ്യുന്നത്. ഞാൻ ലാബിൽ കൊടുക്കുന്നു. 1200 കൊടുത്തു. ഇത് കൺഫേം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് തന്നെ നിങ്ങൾക്ക് ഇവിടെ പോപ്പപ്പ് വന്നിട്ടുണ്ടാവും. യു ഹാവ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്രെഡിറ്റ് ലിസ്റ്റഡ് ബിലോ ഫോർ ദിസ് കസ്റ്റമർ. നമ്മൾ നോർമലി എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ സ്റ്റാറ്റസ് പെയ്ഡ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഇൻകായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളെ കറണ്ട് ലയബിലിറ്റി ആണ്. അപ്പോൾ ശരിക്കും ഇത് പ്രോപ്പർ അക്കൗണ്ട്സ് ആണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാം ഞാൻ പറയാം. ഇനി പ്രോപ്പർ അക്കൗണ്ട്സ് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഒരിക്കലും ഇത് നമുക്ക് ഇൻകായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് ലയബിലിറ്റിയാണ്. നമ്മളൊരു കമ്പനിക്ക് ഡെലിവറോ സർവീസോ ചെയ്തിട്ടില്ല ഇപ്പോഴും. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ചാർട്ട് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഞാൻ ഫിൽട്ടർ ഗ്രൂപ്പായി കൊടുക്കുന്നു. അക്കൗണ്ട് ടൈപ്പ് കറണ്ട് ലയബിലിറ്റി അണ്ടറിൽ ഞാനൊരു ചാർട്ട് ഓഫ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ പ്രീപേയ്മെൻറ്റ്. ഈ കസ്റ്റമർ പ്രീപേയ്മെൻറ്റിൽ ടൈപ്പ് എന്താണോ കറണ്ട് ലയബിലിറ്റിയും അതുപോലെ പേയ്മെൻറ്റ് റീകൺസിലേഷനും എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി ഞാൻ എൻട്രി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ബാങ്കിലാണെങ്കിൽ ട്രാൻസാക്ഷൻ കൊടുത്തു. ന്യൂ എന്ന് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, പ്രീവിയസ് ഡേറ്റ് സെലക്ട് ചെയ്തു. റിസീവ്ഡ് ABC എന്ന് പറയുന്ന കസ്റ്റമറിനെ കൊടുക്കുന്നു. ഞാൻ ആ പാർട്ട്ണറിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ABC ഒരു 500 കൊടുക്കുന്നു. അതിനുശേഷം ആഡ് ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത മെത്തേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിസീവർ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ചാർട്ട് അക്കൗണ്ട് ഇവിടെ മാപ്പ് ചെയ്യണം. സെറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പ്രീപേയ്മെൻറ്റ് അക്കൗണ്ട് ഇവിടെ മാപ്പ് ചെയ്യണം. കസ്റ്റമർ പ്രീപേയ്മെൻറ്റ് ഇപ്പോൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഓട്ടോമാറ്റിക് അത് റീകൺസിലേഷൻ ആയിട്ട്. ഇനി ഞാൻ റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്നു. ബാലൻസ് ഷീറ്റ് എടുക്കുന്നു. ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കസ്റ്റമറിൻ്റെ പ്രീപേയ്മെൻറ്റിൽ കറണ്ട് ലയബിലിറ്റി കസ്റ്റമർ പ്രീപേയ്മെൻറ്റിൽ 500 വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇൻവോയ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഇത് 0 ആവണം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആക്ച്വലി ഞാൻ ഇൻവോയ്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മനസ്സിലാവും. നമ്മൾ ഇനി ഇതിൻ്റെ JV കൂടി ചെക്ക് ചെയ്യുന്നു. ABC എന്ന് പറയുന്ന പാർട്ട്ണറുടെ JV കൂടി ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും, ബാങ്ക് ഡെബിറ്റ് ആയിട്ടും കസ്റ്റമർ പ്രീപേയ്മെൻറ്റ് എന്ത് ചെയ്ത് അത് ക്രെഡിറ്റും ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോർമൽ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഇനി ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ന്യൂ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ABC ചൂസ് ചെയ്യുന്നു. എമൗണ്ട് കൊടുക്കുന്നു. കൺഫേം ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ സ്റ്റാറ്റസ് ഒന്നും പെയ്ഡ് ഒന്നും വന്നില്ല. ഇനി അടുത്ത മെത്തേഡ് പറഞ്ഞാൽ റീകൺസിലേഷനിലോട്ട് പോയിട്ട് നമ്മൾ റീകൺസിലേഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ABC എന്ന് പറയുന്ന പാർട്ട്ണർ ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്ത് റീകൺസിലേഷൻ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ആ ഇൻവോയ്സിലോട്ട് പോകുന്നു. ഇപ്പോൾ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കാണ് നമുക്ക് പെയ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ റിപ്പോർട്ടിങ്ങിലോട്ട് പോകുന്നു. ബാലൻസ് ഷീറ്റ് എടുക്കുന്നു. കറണ്ട് ലയബിലിറ്റി പ്രീപേയ്മെൻറ്റ് 0 ആയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യും, നമുക്കത് ആക്ച്വലി ഇൻവോയ്സ് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി മാറി ഇൻകത്തിലോട്ട് വന്നു.
വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്